ഇഹലോക ജീവിതം യഥാർത്ഥത്തിൽ ഒരു രാവിലെയോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമോ ആയി നമുക്ക് തോന്നും. ഇല്ലാ ആശിയതൻ ഔ ളുഹാഹ. പക്ഷേ അത് ദീർഘമായ കാലയളവാണെന്ന് നമുക്ക് വെറുതെ തോന്നുകയാണ്. താരീഖ് ബഅദാദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വളരെ സുപ്രധാനമായ ചരിത്രകഥ ഈ വസ്തുതയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിചാരണ ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. 50,000 സന. മഅ്ശറയിൽ ജനങ്ങളെ സമ്മേളിപ്പിച്ച് അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു ദിവസത്തിന് ഇഹത്തിലെ 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടായിരിക്കുമെന്ന് ഖുർആൻ പറയുന്നത്. അതേ അവസരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം മാത്രമേ വിശ്വാസികൾക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്ന് ഹദീസിലും പറയുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? താരീഖ് ബഅദാദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ബഗ്ദാദ് പള്ളിയിൽ സൂഫി വര്യനായ ഒരു ഖതീബ് ഉണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞ ഈ 2 അവസ്ഥയെ സംബന്ധിച്ച് ഒരു വെള്ളിയാഴ്ച രാവിലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹം തല പുകഞ്ഞാലോചിച്ചു. പക്ഷേ അതെങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവും കിട്ടിയില്ല. ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാവുക, അത്രയും നീണ്ട സമയം ഒരാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ സമയം മാത്രമായി അനുഭവപ്പെടുക, ഇത് അസംഭവ്യമല്ലേ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഖതീബ് പ്രാർത്ഥിച്ചു, സർവജ്ഞനായ റബ്ബേ, ഇതിന്റെ പൊരുൾ എനിക്ക് അറിയിച്ചു തരണേ. ഖതീബിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അതിൽ വൈരുദ്ധ്യമില്ലെന്ന് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു മയക്കം. ഖതീബ് ഖുർആൻ ഓതിക്കഴിഞ്ഞ് ജുമുഅക്ക് പോകാനുള്ള ഒരുക്കം തുടങ്ങി. അദ്ദേഹം തന്നെയാണ് ഖുത്ബ നിർവഹിക്കേണ്ടത്. കുളിക്കാൻ പുറപ്പെടുന്നതിന്റെ മുമ്പ് അല്പം മാംസം വാങ്ങി ഭാര്യയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് വേഗം പാകം ചെയ്യൂ, ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ജുമുഅക്ക് പോകാൻ. ഭാര്യ ഇറച്ചി വേഗം നുറുക്കി കഴുകി അടുപ്പത്തിട്ടു. ഖതീബ് തോർത്തുമെടുത്ത് കുളിക്കാൻ പോവുകയും ചെയ്തു. അടുത്ത പുഴയിൽ നിന്നാണ് കുളിക്കാറ് പതിവ്. പുഴവക്കത്ത് ചെന്ന് വസ്ത്രങ്ങളെല്ലാം മാറ്റി തോർത്തു ചുറ്റി വസ്ത്രങ്ങൾ പുഴയോരത്ത് സുരക്ഷിതമായി വെച്ച ശേഷം പുഴയിലേക്ക് ഇറങ്ങി. ഖതീബ് പുഴയിൽ മുങ്ങി തല ഉയർത്തി നോക്കുമ്പോൾ ഞെട്ടിത്തരിച്ചുപോയി. ഏതാണ് ഈ സ്ഥലം? എന്താണിപ്പോൾ സംഭവിച്ചത്? ഞാൻ മുങ്ങിയത് ബഗ്ദാദിലെ ഒരു പുഴയിൽ, പൊങ്ങിയതോ മറ്റേതോ ഒരു അപരിചിത സ്ഥലത്തും. ഏത് പുഴയാണിത്? ഏതാണ് ഈ നാട്? പരിഭ്രാന്തനായ അദ്ദേഹം വേഗം കരക്ക് കയറി. സ്ഥലം തീർത്തും അപരിചിതം, ജനം ശൂന്യം. ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തിന് മാറ്റാൻ ഒരൊറ്റ വസ്ത്രം പോലുമില്ല. താൻ വസ്ത്രങ്ങൾ അയച്ചു വെച്ചത് സ്വന്തം നാട്ടിലെ കടവിലാണല്ലോ. അല്ലാഹുവേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? സാധുവായ എന്നെ അഗ്നി പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തരുതേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹം വീണ്ടും പുഴയിലേക്ക് തന്നെ ഇറങ്ങി. വെള്ളത്തിൽ നിന്നുകൊണ്ട് മുണ്ടയിച്ച് തല തോർത്തി അത് പിഴിഞ്ഞെടുത്ത് വീണ്ടും കരക്ക് കയറി. ഇനി എന്തു ചെയ്യും? എങ്ങോട്ട് പോകും? സ്ഥലമേതെന്ന് ചോദിച്ചറിയാൻ ആരെയും കാണുന്നില്ലല്ലോ. അദ്ദേഹം മൂടനായി വീഴ്ചു നിന്ന് ഉള്ളുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, സർവജ്ഞനും സർവശക്തനുമായ തമ്പുരാനെ, ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിയിപ്പ് തരണമേ. അതാ വരുന്നു 2 ആളുകൾ. പ്രാകൃത വേഷം, ഒരു പരുക്കൻ തുണി ചുറ്റി മറ്റൊന്നുകൊണ്ട് പുതച്ചിരിക്കുന്നു 2 പേരും. അടുത്തെത്തിയപ്പോൾ ഖതീബ് സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താണ് താങ്കൾ വെറും തോർത്തു ചുറ്റി നിൽക്കുന്നത്? അവർ ചോദിച്ചു. സഹോദരന്മാരെ, ഞാനൊരു വിദേശിയാണ്. അവർക്ക് അത്ഭുതം. ഒരു വിദേശി തോർത്ത് മാത്രം ധരിച്ച് ഇങ്ങനെ നിൽക്കുകയോ? അവർ കാര്യം തിരക്കി. എവിടെയാണ് രാജ്യം? ബഗ്ദാദിൽ. എന്ത് ബഗ്ദാദിലോ? അതെ, ഈ നാടേതാണ്? ഇത് ബഹറുൽ മുഹീത്ത് ദ്വീപാണ്. ബഗ്ദാദ് സമുദ്രത്തിനപ്പുറത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഈ ദ്വീപിലെത്താൻ ഗതാഗത മാർഗങ്ങളില്ലല്ലോ. പുറം ലോകവുമായി ബന്ധമില്ല ഈ ദ്വീപിന്. പിന്നെ താങ്കൾ എങ്ങനെ ഇവിടെ എത്തി? സഹോദരന്മാരെ, ഞാനും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങളെപ്പോലെ ഇതിന്റെ ഉത്തരം എനിക്കും അറിയില്ല. എന്ത്, ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? താങ്കൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് താങ്കൾക്ക് തന്നെ അറിയില്ലെന്നോ? ഞാൻ പറയുന്നത് സത്യമാണ്.
അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത് എന്നതിലുപരി കൂടുതൽ എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിയില്ല. തുടർന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഖതീബ് അവരെ കേൾപ്പിച്ചു. അവർ സ്തബ്ധരായി. എന്താണ് ഈ കേൾക്കുന്നത്? ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? താങ്കൾ പറയുന്നത് സത്യം തന്നെയോ? തീർച്ചയായും ഇത് അസംഭവ്യമാണല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കാത്തതെന്തുണ്ട്? എങ്കിൽ താങ്കൾ ഒരു അത്ഭുത മനുഷ്യൻ തന്നെ. ഏതായാലും ഇവിടെ നിന്നതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ഞങ്ങളുടെ കൂടെ വരിക. എങ്ങോട്ട്? പള്ളിയിലേക്ക്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ജുമുഅക്ക് പോകാം. ഞാൻ ബഗ്ദാദ് പള്ളിയിലെ ഖതീബാണ്. അതൊന്നും ഇനി പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ബഗ്ദാദിന്റെയും ഈ ദ്വീപിന്റെയും ഇടയിൽ വലിയ ഒരു സമുദ്രം പരന്നു കിടക്കുന്നു. ഇവിടെ നിന്ന് ബഗ്ദാദിലെത്താൻ ഒരു മാർഗവുമില്ല. ഇനി ഇവിടെ താമസിക്കുകയേ താങ്കൾക്ക് ഗതിയുള്ളൂ. ഞാൻ ഇവിടെ എങ്ങനെ താമസിക്കും? ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഖതീബിന് ആവശ്യമുണ്ട്. വരൂ, ഞങ്ങളുടെ കൂടെ തരപ്പെടുമെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുത്ത് താങ്കൾക്ക് ഇവിടെ കഴിയാം. ഈ തോർത്ത് മാത്രം ചുറ്റിക്കൊണ്ട് ഞാൻ എങ്ങനെ വരും? തോട്ടം കിളക്കാൻ പോവുകയല്ലല്ലോ. വസ്ത്രം ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. ഖതീബ് അവരുടെ കൂടെ നടന്നു. അന്ന് ബഹർ മുഹീത്ത് പള്ളിയിൽ ഖുത്ബ ഓതിയത് ഈ പ്രശസ്ത ഖതീബാണ്. ബഗ്ദാദിലെ പുഴയിൽ മുങ്ങിയപ്പോൾ ബഹ്റുൽ മുഹീത്തിലെ പുഴയിൽ പൊങ്ങിയ അത്ഭുത മനുഷ്യൻ എന്ന പേരിൽ അവിടെ അദ്ദേഹം പ്രശസ്തനായി. ദ്വീപിലെല്ലായിടത്തും ഈ വാർത്ത പരന്നു. ജനങ്ങൾ ഖതീബിനെ കാണാൻ പള്ളിയിലേക്ക് ഒഴുകി. അദ്ദേഹത്തിനുണ്ടായ ആശ്ചര്യകരമായ അനുഭവത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ആഗ്രഹ സഫലീകരണം, രോഗശമനം തുടങ്ങിയ ആവശ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചു വന്നു. പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിച്ചും മറ്റും അദ്ദേഹം അവരെ ചികിത്സിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിന് ഫലവും കണ്ടു. അതേ തുടർന്ന് അദ്ദേഹം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും ആദരപാത്രവുമായി. ഇനി താങ്കൾ ഒരു വിവാഹം കഴിക്കണം. ഒരിക്കൽ നാട്ടുപ്രമാണിമാർ വന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അതെന്നോട് പറയരുത്. കാരണം ബഗ്ദാദിൽ എന്റെ സഹധർമ്മിണിയും സന്താനങ്ങളും എന്നെ കാത്തിരിക്കുകയാണല്ലോ. ആ കാത്തിരിപ്പിന് ഇനി എന്താണ് അർത്ഥമുള്ളത്? താങ്കൾക്ക് ഇനി ഒരു വിധത്തിലും അവിടെ എത്താൻ സാധിക്കുകയില്ല. ഏതായാലും എനിക്ക് വിവാഹം വേണ്ട. അത് ശരിയല്ല. താങ്കൾക്ക് നല്ല ആരോഗ്യമുണ്ട്. ജനങ്ങൾ ധാരാളം പാരിതോഷികങ്ങൾ തരുന്നത് കൊണ്ട് സാമ്പത്തിക പ്രശ്നവും താങ്കൾക്കില്ല. പോരെങ്കിൽ താങ്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ നാട്ടുകാർ സന്നദ്ധരാണ്. എന്നിരിക്കെ നിങ്ങൾ എന്തിന് വിവാഹം കഴിക്കാതിരിക്കണം? എനിക്കെന്റെ ഭാര്യയും സന്താനങ്ങളെയും മറക്കാൻ സാധ്യമല്ല. ഞാൻ എപ്പോഴും അവരെ കുറിച്ച് ഓർത്ത് ദുഃഖിതനായി കഴിയുകയാണ്. ആ ദുഃഖത്തിന് പരിഹാരം കാണാനാണ് വിവാഹത്തിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവർ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഖതീബ് മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. അടുത്ത ദിവസം തന്നെ ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടന്നു. സുന്ദരിയും സുശീലയുമായ ഒരു സ്ത്രീ കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ക്രമേണ അദ്ദേഹത്തിന്റെ വിരഹ ദുഃഖം നീങ്ങി ബഗ്ദാദിലെ ഓർമ്മകൾ അദ്ദേഹത്തിന് ഇല്ലാതെയായി. നാളുകൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ദാമ്പത്തിക ജീവിതത്തിൽ സുന്ദര സൂനങ്ങൾ വിരിഞ്ഞു. ഖതീബിന് മക്കളും പേരക്കിടാങ്ങളും ഉണ്ടായി. നീണ്ട 40 കൊല്ലം ദ്വീപിലെ ജീവിതത്തിലൂടെ അദ്ദേഹം പിന്നിട്ടു. അദ്ദേഹത്തിന് സമ്പാദ്യങ്ങളും ഒട്ടേറെയുണ്ടായി. അദ്ദേഹം എല്ലാം കൊണ്ടും സംതൃപ്തനാണ്. 40-ാം വർഷത്തിൽ ഒരു വെള്ളിയാഴ്ച അദ്ദേഹം പുഴയിൽ കുളിക്കാൻ പോയി. തോർത്ത് ചുറ്റി ബഹറുൽ മുഹീത്തിലിറങ്ങി ഒന്ന് മുങ്ങി. പിന്നെ പൊങ്ങിയപ്പോൾ വീണ്ടും മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം സ്തബ്ധനായി. കരളിൽ മിന്നൽ പിണറുകൾ. ബഹറുൽ മുഹീത്തിൽ മുങ്ങിയ താൻ ഇതാ ബഗ്ദാദിലെ പുഴയിൽ പൊങ്ങിയിരിക്കുന്നു. അദ്ദേഹം പുഴയിൽ നിന്ന് വേഗം കയറി ചുറ്റും നോക്കി. അപ്പോൾ അത്ഭുതം! താൻ 40 വർഷം മുമ്പ് കുളിക്കാൻ ഇറങ്ങുമ്പോൾ അയച്ചുവെച്ച തുണിയും കുപ്പായവുമെല്ലാം അതേ സ്ഥലത്ത് അതേപോലെ ഇരിക്കുന്നു. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? 40 വർഷം കഴിഞ്ഞിട്ടും ഈ വസ്ത്രങ്ങൾ യാതൊരു വ്യത്യാസവും കൂടാതെ ഇവിടെ ഇരിക്കുകയോ? സർവജ്ഞനായ റബ്ബേ, എന്താണ് ഇതിന്റെയൊക്കെ പൊരുൾ? ഖതീബ് ആ വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ച് വീട്ടിലേക്ക് കുതിച്ചു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഭാര്യ ചോദിക്കുന്നു, അല്ല, ഇന്നെന്തേ ഇത്ര വേഗം കുളി കഴിഞ്ഞോ? എന്ത്, നീ എന്നെ പരിഹസിക്കുകയാണോ?
നിങ്ങൾ സാധാരണ കുളിക്കാൻ പോകുമ്പോൾ ഇതിലും താമസിച്ചാണ് മടങ്ങി വരാറ്. ഇന്ന് പതിവിലും വളരെ നേരത്തെ മടങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എന്തിനു നുണ പറയണം? നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ അടുപ്പത്ത് വെച്ച ഇറച്ചി വെന്തിട്ടില്ലല്ലോ, അല്പം കാത്തിരിക്ക്, അത് വേവട്ടെ, ജുമുഅക്ക് പോകാനായിട്ടില്ലല്ലോ. അതുകൂടി കേട്ടപ്പോൾ ഖതീബിന്റെ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി. അദ്ദേഹത്തിന് പിന്നെ എല്ലാ സംഭവങ്ങളും തുറന്നു പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയ്ക്ക് പക്ഷേ ഇത് വിശ്വസിക്കാനുമായില്ല. നിങ്ങൾ കിനാവ് കണ്ടതായിരിക്കും. കിനാവോ? കുളിക്കുമ്പോൾ എങ്ങനെ കിനാവ് കാണുന്നു? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുമ്പോൾ ഖതീബ് പള്ളിയിലേക്ക് ഓടി. അവിടെയും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ജനങ്ങൾ സാധാരണ പോലെ ജുമുഅക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യാതൊരു ഭാവഭേദങ്ങളും കൂടാതെ അവർ തന്നോട് സംസാരിക്കുന്നു. അവർക്കൊക്കെ വെറും 40 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് 40 വർഷവും. അപ്പോഴാണ് രാവിലെ ഖുർആൻ ഓതുമ്പോൾ ഉണ്ടായ സംശയം അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. സത്യവിശ്വാസികൾക്ക് വിചാരണ ദിവസം വെറും 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയം അനുഭവപ്പെടുമ്പോൾ നിഷേധികൾക്ക് ആ ദിവസം 50,000 കൊല്ലമായിരിക്കും. ആ വൈരുദ്ധ്യത്തിന്റെ പൊരുൾ തനിക്ക് അള്ളാഹു അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഖതീബ് മടങ്ങി വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോ? അദ്ദേഹം ഭാര്യയ്ക്ക് ഇതിന്റെ രഹസ്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ബോധ്യമായി. ആ വൈരുദ്ധ്യത്തിന്റെ പൊരുൾ നാം ദുനിയാവിൽ ജനിക്കുകയും വളരുകയും വിവാഹിതരാവുകയും സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വർഷങ്ങളുടെ ദൈർഘ്യം കൊണ്ടാണെന്ന് നമുക്ക് തോന്നുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നിമിഷങ്ങളുടെ ദൈർഘ്യം കൊണ്ടാണ് നടക്കുന്നത്. മറ്റൊരു ലോകത്ത്, പരലോകത്ത് ചെല്ലുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് മാത്രം. അതോടെ ഖതീബ് ഞെട്ടിയുണർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله عليه وسلم.